ചെയ്യുന്നതിനായി നൽകപ്പെട്ടിരിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ്. ധൂർത്തപുത്രൻ്റെ ഉപമ. പിതാവിൻ്റെ വലിയ സ്നേഹത്തിൽ നിന്നും ഓടി അകന്നുപോയ ഒരു മകൻ്റെ അനുഭവങ്ങളും അവൻ്റെ തിരിച്ചുവരവുമാണ് ഇതിലൂടെ നാം കാണുന്നത്. എല്ലാം നഷ്ടപ്പെടുത്തി ഒന്നുമില്ലാത്ത അവസ്ഥയിൽ പന്നികളോടൊപ്പം ജീവിക്കേണ്ടി വന്ന, പന്നികൾ ഭക്ഷിച്ചിരുന്നവയിൽ നിന്നെങ്കിലും ലഭിച്ചിരുന്നെങ്കിൽ എന്നാശിച്ചു പോകുന്ന സാഹചര്യം. അപ്പോൾ അവന് സുബോധമുണ്ടായി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15:17. എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനോ? പലപ്പോഴും നമ്മൾ ദൈവത്തെ മറന്ന് ആ സ്നേഹത്തിൽ നിന്നകന്ന് സ്വന്തം വഴികൾ തേടുമ്പോൾ, പിശാചിൻ്റെ ബന്ധനത്തിൽ, പാപത്തിൻ്റെ അടിമത്തത്തിൽ നിബന്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം. അപ്പോഴും നമ്മുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്ന, യാതൊരു ഉപാധികളുമില്ലാതെ നമ്മളെ സ്വീകരിക്കുന്ന ഒരു സ്വർഗീയ പിതാവിനെയാണ് നമ്മൾ കാണുന്നത്. അതെ, നമുക്കായി സ്നേഹം ദൂർത്തടിക്കുന്ന ഒരു പിതാവ്. ഈ നോമ്പുകാലത്ത് യഥാർത്ഥമായ അനുതാപത്തോടെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും മോചനം നേടിക്കൊണ്ട് ആ വലിയ സ്നേഹത്തിലേക്ക് തിരിച്ചു വരുവാനും അതിൽ നിലനിൽക്കുവാനുമുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ പീഡാസഹനവും കുരിശുമരണവും അനുസ്മരിച്ചുകൊണ്ട് വിശുദ്ധിയുടെയും എളിമത്വത്തിൻ്റെയും ഒരു നല്ല ജീവിതം നയിക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹദായകമായ ഒരു നല്ല ദിവസം എല്ലാവർക്കും നേർന്നുകൊള്ളുന്നു.